നേച്ചർ ലൈഫ് ടിവിയിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രിയും കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫിനെ നിയന്ത്രിക്കുന്നവരുമൊക്കെ ആരോഗ്യ വകുപ്പിൻ്റെ നയപരിപാടികൾ തീരുമാനിക്കുന്നവരുമൊക്കെ അറിയാൻ ഞാൻ ഇന്നലെ ഒരു പരമ്പര തുടങ്ങി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തേത്. എങ്ങനെയാണ് മരുന്ന് ലോബി ജനങ്ങളെ രോഗികളാക്കി മാറ്റുന്നത്? അതല്ലാതെ തന്നെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സ്വയം രോഗികളാകുന്നത്? ആരോഗ്യമന്ത്രിയുടെയും കൂടെയുള്ളവരുടെയും അറിവിന് വേണ്ടി പറയട്ടെ. ഒന്ന്, ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടാണ്. പല പ്രാവശ്യവും ഞാനത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സെപ്റ്റംബർ 17 ലോക രോഗി സുരക്ഷാ ദിനമായിട്ട് ആചരിക്കാൻ ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 മാസങ്ങൾ കഴിഞ്ഞാൽ സെപ്റ്റംബർ വരികയാണ്. ഇപ്രാവശ്യം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുകയും ജനങ്ങളെല്ലാം അറിയുന്ന രീതിയിൽ ലോക രോഗി സുരക്ഷാ ദിനം ആചരിക്കുകയും ചെയ്യണമെന്നാണ് ആദ്യമേയുള്ള എൻ്റെ അഭ്യർത്ഥന. രോഗിയുടെ സുരക്ഷയല്ലേ ആശുപത്രി മൊത്തം നടക്കുന്നത്? ഡോക്ടർമാർ മുഴുവൻ രോഗികളെ രക്ഷിക്കാൻ അവരുടെ കൺകണ്ട ദൈവമല്ലേ? മരുന്നുകളല്ലേ രോഗികളെ രക്ഷിക്കുന്നേ? വാക്സിനുകളല്ലേ രോഗം വരാതെ തടഞ്ഞു നിർത്തുന്നേ? ലോകാരോഗ്യ സംഘടന പറയുന്നു, ആശുപത്രികളിലേക്ക് പോകുന്ന 10 പേരിൽ 4 പേരും തെറ്റായ ചികിത്സയുടെ ദുരന്തത്തിൽ മെഡിക്കൽ എററാണ് കിട്ടുന്നത്, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ. 10ൽ 4 പേര്. സത്യത്തിൽ അത് അതിൽ കൂടുതലാണ്. 10ൽ 6 പേരും. മൊത്തത്തിൽ ശരിയായിട്ട് നോക്കിയ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന ചികിത്സ 10ൽ 9 പേർക്കും തെറ്റാണ്. അപകടങ്ങൾ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ആശുപത്രിയിൽ നിന്ന് നിവൃത്തികേട് കൊണ്ട് നമ്മൾ എടുക്കേണ്ടതായി വരുന്നൊരു ചികിത്സ കിട്ടുന്നുള്ളൂ. അതാണ് കേരളത്തിലെ 50ഓളം പ്രകൃതി ചികിത്സാലയങ്ങൾ നിരന്തരമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളെ അലോപ്പതിക്കാർക്ക് കണ്ടുകൂടാ, വേട്ടയാടുന്നു. ഞങ്ങളുടെ ചികിത്സയിൽ മാറാത്ത രോഗങ്ങൾ നിസ്സാരമായി പ്രകൃതിക്കാർ മാറ്റുന്നത് എങ്ങനെ സഹിക്കും? ഏതായാലും ഒരു കൊല്ലം 1650 ലക്ഷം പേർക്കാണ് ലോകത്ത് മെഡിക്കൽ എറർ കിട്ടുന്നത്. ഭീകരമാണ്. അതിൽ 26 ലക്ഷം പേർ മരിച്ചു പോവുകയാണ്. മരുന്നിൻ്റെ, ചികിത്സയുടെ, കൈകാര്യം ചെയ്യുന്നതിൻ്റെ, ഹ്യൂമൻ എററിൻ്റെ എല്ലാറ്റിൻ്റെയും ഫലമായിട്ട്. അതുകൊണ്ടാണ് ലോക രോഗി സുരക്ഷാ ദിനം ആചരിക്കാൻ ആദ്യമൊക്കെ ലോകാരോഗ്യ അനേകം വീടുകളെ പ്രകൃതി ആഹാരത്തിലേക്ക്, ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിൻ്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം. സുജീവിത പാചകം. ഡോക്ടർ MC സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ശ്രീലങ്കൻ വിഭവങ്ങൾ, തായ് വിഭവങ്ങൾ, ഓരോരോ രോഗങ്ങളെ മാറ്റുന്ന വിഭവങ്ങൾ. 9496044503 അതിൽ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ വീട്ടിൽ വലിയ മാറ്റം വരുത്താൻ, നിരവധി രോഗങ്ങളെ ഒഴിവാക്കി ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആരോഗ്യത്തെ നിലനിർത്താൻ ഈ പുസ്തകം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യമൊക്കെ ലോകാരോഗ്യ സംഘടന നിശബ്ദമായി, രഹസ്യമായി ഇത് മാറ്റിയെടുക്കാൻ നോക്കി, നടക്കണില്ല. അതുകൊണ്ടാണ് പരസ്യമായി അവർ പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയിൽ ഡോക്ടർ ബാർബര സ്റ്റാർഫീൽഡ്, ജാമ എന്ന് പറയുന്ന അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മുഖപത്രം, ജേർണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, ജാമയിൽ 2000 ജൂലൈയിൽ ഒരു ലേഖനം എഴുതി. ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഹെൽത്ത് റിയലി ദ ബെസ്റ്റ് ഇൻ ദി വേൾഡ്? ഇതായിരുന്നു ലേഖനം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെക്കുറിച്ച് പറയുന്നത്, ഹെർ ഷോർട്ട് ആൻസർ വാസ് നോ, അല്ല എന്നാണ്. ഇത് അമേരിക്കയിലെ, നമ്മുടെ നാട്ടിലെ
രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടുത്തെ ഡോക്ടർമാരിലും ഇവിടുത്തെ ആശുപത്രികളിലും ഒരു വിശ്വാസവും ഇല്ലാത്തത് കൊണ്ട് ഓടുന്ന അമേരിക്കയിലെ ആരോഗ്യനില, ചികിത്സാ നടപടികൾ ലോകത്തുള്ളതിൽ ഏറ്റവും നല്ലതാണോ? അല്ല എന്നാണ് ഡോക്ടർ ബാർബറ സ്റ്റാർഫീൽഡ് ജാമയിൽ എഴുതിയ ലേഖനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. വലിയ ചെലവുള്ളത് കൊണ്ടും വളരെ കൂടിയ ടെക്നോളജികളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും അമേരിക്കയുടെ ആരോഗ്യ മേഖലയാണ് ഏറ്റവും മുന്തിയതെന്നാണ് ഒരു വിചാരം ലോകത്തിനുള്ളത്. ഡോക്ടർ സ്റ്റാർഫീൽഡിൻ്റെ രേഖകൾ വ്യക്തമാക്കുന്നത് അത് തെറ്റാണെന്നാണ്. ജപ്പാൻ, സ്വീഡൻ, കാനഡ, ഓസ്ട്രേലിയ, ഫ്രാൻസ് അങ്ങനെയുള്ള 12 രാജ്യങ്ങളെ വെച്ചുകൊണ്ട് താരതമ്യം ചെയ്യുകയാണ് അമേരിക്കയിലെ ആശുപത്രികളുടെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ. 16 മാനദണ്ഡങ്ങളിലാണ് അവർ അത് വിശകലനം ചെയ്യുന്നത്. ലോകരാജ്യങ്ങളിൽ 12ാമത്തെയും 13ാമത്തെയും സ്ഥാനത്താണ് പല കാര്യങ്ങളിലും അമേരിക്ക നിൽക്കുന്നത്. അമേരിക്കയിലെ മരണങ്ങളിൽ 3ാമത്തെ സ്ഥാനം അയാട്രോജനിക് ഡാമേജ്. എന്താണിത്? ഞാനുണ്ടാക്കുന്ന തകരാറ്, അതുകൊണ്ടാണ് നിങ്ങൾ മരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗതികേട് പറ്റുന്നത് എന്ന് ഒരു ഡോക്ടർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് അയാട്രോജനിക് ഡാമേജ്. ഡോക്ടർമാരുണ്ടാക്കുന്ന അബദ്ധങ്ങൾ, തകരാറുകൾ, കുഴപ്പങ്ങൾ. അതാണ് അമേരിക്കയിലെ 3ാമത്തെ മരണകാരണം. അമേരിക്കയിലെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരു വർഷം കൊല്ലുന്നത് 2,25,000 പേരെയാണ്. ചികിത്സ കൊല്ലുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അമേരിക്കയിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയായിരിക്കും ദൈവമേ? അതൊന്നും പുറത്തു വരില്ല. അതൊക്കെയാണ് ഈ നിപ്പ, അതൊക്കെയാണ് ഈ ഷിഗല്ല. പനിക്ക് ആര് മരുന്ന് കഴിക്കുന്നോ അവരുടെ കഷ്ടകാലമാണ്. 5, 6, 7, 8 പനിയൊക്കെ മരുന്ന് കൊണ്ട് മൂടി പനിയുടെ കാരണം ഉള്ളിൽ തന്നെ അടിച്ചമർത്തി വെക്കാൻ പറ്റും. അങ്ങനെ പല പനികൾ മരുന്നിട്ട് അടിച്ചമർത്തി ഈ കതിന അമ്പലപ്പറമ്പിൽ ഇടിച്ചു നടക്കുന്നത് പോലെ മരുന്ന് കൊണ്ട് രോഗകാരണങ്ങളെ ഉള്ളിൽ തന്നെ ഒതുക്കി അടിച്ചമർത്തി വെച്ച് പിന്നെ പൊട്ടിത്തെറിയും. അത്രേ ഉള്ളൂ ഷിഗല്ല. അത്രേ ഉള്ളൂ ഡെങ്കിയും ഡോങ്കിയും ജപ്പാൻ പനിയും ജർമ്മൻ പനിയും എലിപ്പനിയും കോഴിപ്പനിയും. ഇതൊക്കെ പനിക്ക് മരുന്ന് കഴിക്കുന്നവരുടെ മാത്രമുള്ള ദുരന്തങ്ങളാണ്. അതല്ലെങ്കിൽ പനിയിൽ വെള്ളം മര്യാദയ്ക്ക് കുടിക്കാതെയും വിശ്രമിക്കാതെയും കഠിനാധ്വാനം ചെയ്ത് ശരീരത്തെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ പനിയിൽ അപകടങ്ങൾ ഉണ്ടാകൂ. പല പനികൾ മരുന്ന് ചെയ്ത് അടിച്ചമർത്തിയിട്ടുള്ള ഒരാൾ അടുത്തു വരുന്ന പനിക്ക് മരുന്ന് കഴിച്ചില്ല എന്ന് കരുതി അങ്ങനെ രക്ഷപ്പെടണമെന്നൊന്നുമില്ല. അത് വളരെ ജാഗ്രതയോടെ പോകേണ്ട ഒരു അവസ്ഥയാണ്. ഓരോ പനി അടിച്ചമർത്തുമ്പോഴും അടുത്ത പനി കൂടുതൽ കടുത്തതാകും. കൂടുതൽ അവയവങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള വിഷാംശങ്ങൾ ഉള്ളിലുണ്ടാകും. അതിനെയെല്ലാം കത്തിച്ച് കളയാനാണ് പനി വരുന്നത്. ഫീവർ ആസ് എ ഡിഫെൻസീവ് അഡാപ്റ്റേഷൻ ഓഫ് യുവർ ബോഡി, ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നു. എല്ലാ മെഡിക്കൽ ടെക്സ്റ്റിലും ആരോഗ്യമന്ത്രി അനുവദിക്കുമെങ്കിൽ ഞാൻ വന്ന് ഇതൊക്കെ കാണിച്ചു തരാം, പുസ്തകങ്ങളുടെ കോപ്പിയും തരാം. മാർട്ടിൻ ഡയൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൻ്റെ കോപ്പി മാത്രം എന്നോട് ചോദിക്കരുത്, അത് ഞാൻ തരത്തില്ല. അതിൽ 106 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ 41 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ പനി അപകടകാരിയല്ല. അത് കഴിഞ്ഞാലുള്ള പനിക്ക് ഒരു മരുന്നും ഇല്ല. 41 ഡിഗ്രി വരെ 106 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ പനിക്ക് മരുന്ന് കഴിക്കുന്നത് നല്ലതൊന്നുമല്ല. അത് കഴിഞ്ഞാലുള്ള പനി ഹൈപ്പോതലാമസ് തകർന്നു പോയതിൻ്റെ പനിയാണ്. ഒരു മരുന്നും അവിടെ ഫലിക്കില്ല. ഐസ് വെള്ളത്തിൽ മുക്കിക്കിടത്തി രോഗിയുടെ ആന്തരാവയവങ്ങൾക്ക് അത്യാവശ്യം പ്രവർത്തിക്കാനുള്ള കോർ ടെമ്പറേച്ചർ കുറയാതെ ജാഗ്രത പാലിക്കണം. ധാരാളം തണുത്ത വെള്ളം കുടിക്കാൻ കൊടുക്കണം. ഐസ് വെള്ളത്തിൽ എനിമയെടുക്കണം, IV കയറ്റണം. ഈ 4 നിർദ്ദേശങ്ങൾ മാത്രമാണ് മെഡിക്കൽ ടെക്സ്റ്റുകളിൽ ഏറ്റവും ആധികാരികമായ
മാർട്ടിൻ ഡെയിൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് ആവശ്യപ്പെടുന്നത്. ദി റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആരോഗ്യമന്ത്രി ദയവായി ഇന്ന് തന്നെ അതിൻ്റെ ഒരു കോപ്പി വരുത്തണം. എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ വില 84,000 രൂപയാണ്. അത് സ്ഥിരം വാങ്ങുന്നവരൊക്കെ ആണെങ്കിൽ 64,000, എനിക്ക് കിട്ടിയത് 64,000. ഈ നിപ്പ കൊണ്ട്, പനി കൊണ്ട് മരിക്കുന്ന രോഗികൾക്ക് ആർക്കും തന്നെ ഇവർ ആധുനിക വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ നിർദ്ദേശിക്കുന്ന മോഡേൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നൽകുന്നില്ല. പനിക്ക് ഉടനെ പാരാസിറ്റമോൾ കഴിക്കുന്നവരാണ് ഈ ഷിഗല്ലക്കാരെല്ലാവരും. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് തയ്യാറാവണം. എന്തുകൊണ്ട് പനിക്ക് പ്രകൃതി ചെയ്യുന്നവരാരും മരിക്കുന്നില്ല? മറ്റു പല രോഗങ്ങളുമായി വന്ന് പനി പിടിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അപകടങ്ങൾ വന്നേക്കാം. പക്ഷെ പ്രകൃതി രീതികളിൽ ജീവിച്ചു വരുന്നവർ അവരുടെ പനിക്ക് ഒരു മരുന്നും കഴിക്കില്ല, വിശ്രമിക്കും, വെള്ളം കുടിക്കും. ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും ഒരു പനി വന്നാൽ അവർ പട്ടിണി കിടക്കും. എന്തുകൊണ്ടാണ് ആയുർവേദത്തിലും ഹോമിയോയിലും സിദ്ധയിലും യുനാനിയിലും ഒന്നും നിപ്പയും കപ്പയും പകർച്ചവ്യാധികളും ഇതുപോലെ വരാത്തത്? ആരോഗ്യമന്ത്രി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള മോഡേൺ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല, പ്രാകൃതമായ കിരാതമായ കൊലപാതക അലോപ്പതി ചികിത്സയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പരിഷ്കാരികളെന്ന് അഭിമാനിക്കുന്ന ഡോക്ടർമാർ ചെയ്തു വരുന്നത്. പനിയുടെ അണ്ടർലൈൻ കോസ് അത് കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് നടക്കുന്നില്ല. ഇവിടെ പനിക്കാരനെ കണ്ട ഉടനെ പാരാസിറ്റമോൾ ഗുളിക, ഇഞ്ചക്ഷൻ, ആസ്പിരിൻ, ഓരോരോ സാധനങ്ങളുടെ പ്രയോഗമാണ്. ഈ പ്രയോഗം രോഗിയുടെ തലച്ചോറ് തകർക്കുന്നു, കരൾ തകർക്കുന്നു, കിഡ്നി തകർക്കുന്നു. തലച്ചോറ് തകർന്നു കഴിഞ്ഞാൽ എൻസെഫലോപ്പതി വന്നാൽ പാരാസിറ്റമോളിൻ്റെ ഡോസ് ഒന്ന് കൂടിയാൽ എൻസെഫലോപ്പതി വരും, ഹെമറേജ് ഉണ്ടാകും. തലച്ചോറിനെ തകർക്കുന്ന സാധനമാണ് പാരാസിറ്റമോളിൻ്റെ ഓവർഡോസ്. പാരാസിറ്റമോളിൻ്റെ ഡോസ് ഏതാണ്, ഓവർഡോസ് ഏതാണെന്ന് നിശ്ചയിക്കുക പ്രയാസമാണ്. ഒരാൾക്ക് ഡോസായിരിക്കുന്നത് മറ്റൊരാൾക്ക് ഓവർഡോസായെന്ന് വരും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ മെഡിക്കൽ ഷോപ്പിൽ പോയും വാങ്ങിച്ചു കഴിച്ചോളൂ. ഇതൊക്കെ പുണ്യപ്പെട്ട സാധനമാണെന്നാണ് ആളുടെ വിചാരം. പിന്നെ പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ വിശ്രമിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ, ഞങ്ങൾക്ക് കോളേജിൽ പോകണ്ടേ, ഓഫീസിൽ പോകണ്ടേ? അവസാനം ICUയിൽ കിടക്കുമ്പോൾ, വെന്റിലേറ്ററിൽ കയറി കിടക്കുമ്പോൾ മനസ്സിലാകും പനി വന്നപ്പോഴും ഓഫീസിൽ പോയതിൻ്റെ, ജോലിയെടുത്തതിൻ്റെ സമ്മാനം എന്താണ് എന്ന്. ശരീരം ഒരു രോഗം കാണിക്കുമ്പോൾ, അവശത കാണിക്കുമ്പോൾ അതിനെ നേരെയാക്കാനുള്ള വിശ്രമം കൊടുത്തേ തീരൂ. അല്ലാത്തവരൊക്കെ മാരക രോഗങ്ങൾ കൊണ്ട് തകരും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ജീവിത രീതി അങ്ങനെ ആയിപ്പോയി. ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റാത്ത, വിശ്രമിക്കാൻ പറ്റാത്ത ഗതികേട്. ആ ഗതികേട് ഒരു വ്യാവസായിക സമ്പ്രദായത്തിൻ്റെ, കൾച്ചറിൻ്റെ ഭാഗമാണ്. കർഷക തൊഴിലാളികൾക്ക്, മത്സ്യത്തൊഴിലാളിക്കെല്ലാം ഉള്ള സ്വാതന്ത്ര്യം. ഇന്ന് പണിക്ക് പോകണ്ടെന്ന് എഴുതിയാൽ മത്സ്യത്തൊഴിലാളി വഞ്ചി ഇറക്കുകയല്ല. ഇന്ന് വൈകിപ്പോയാൽ മതി എന്ന് പറഞ്ഞ് കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിയതിന് പഞ്ച് ചെയ്തോ, ലീവ് അപേക്ഷ തന്നോ എന്ന് കടൽ ചോദിക്കത്തില്ല. നേരത്തെ തിരിച്ചു വരാൻ തോന്നിയാൽ മത്സ്യത്തൊഴിലാളി നേരത്തെ തിരിച്ചു വരും. അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വില, അതിൻ്റെ മഹത്വം, അത് അടിമത്തൊഴിലാളികൾക്ക് മനസ്സിലാകാൻ പ്രയാസമാണ്. അടിമത്തൊഴിലാളികൾ അടിമത്വമാണ് ആനന്ദമെന്ന് ധരിച്ചു വശായവരും മാസം കിട്ടുന്ന ശമ്പളവും പെൻഷനും. നിങ്ങൾക്ക് മാസം കിട്ടുന്ന ശമ്പളം ഒറ്റ ദിവസം കൊണ്ടൊരു വഞ്ചിക്കാരന് കിട്ടിയെന്ന് വരും എന്നുള്ള കാര്യമൊക്കെ തിരിച്ചറിയാൻ കഴിയുകയില്ല. കാരണം അത് അന്തസ്സില്ലാത്തതാണെന്നൊക്കെ ഒരു മിഥ്യാധാരണ, തെറ്റായ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ തലയിൽ വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ബാർബറ സ്റ്റാർഫീൽഡ് പറയുന്ന അമേരിക്കയുടെ ആരോഗ്യാവസ്ഥയുടെ ഭീകരത, 1,06,000 രോഗികളുടെ അനാവശ്യ മരണങ്ങൾ, കൊലപാതകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, മരുന്നുകൾ നടത്തുന്ന കൊലപാതകങ്ങൾ, അത് പ്രോപ്പറായി
രോഗിയെ പരിശോധിച്ച് ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകളുടെ ദോഷഫലങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് 1,06,000 മരണങ്ങൾ. അലക്ഷ്യമായി ഡോക്ടർ എഴുതിയതുകൊണ്ടല്ല, പ്രോപ്പർ എന്ന് പ്രത്യേകമായിട്ട് ബാർബറ സ്റ്റാർഫീൽഡ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 80,000 മരണങ്ങൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. ആശുപത്രിയിൽ നിന്ന് രോഗികൾക്ക് കിട്ടുന്ന രോഗം കാരണം പകർച്ചവ്യാധി എന്ന് അവർ പറയും, അല്ല അണുബാധ എന്ന് പറയും. അത് തെറ്റാണ്. കാരണം ആശുപത്രിയിൽ നിന്ന് അങ്ങനെ രോഗം കിട്ടുമെങ്കിൽ നമ്മുടെ ഡോക്ടർമാർക്ക് മുഴുവൻ സ്ഥിരം രോഗം ഉണ്ടാവണ്ടേ? അവരുടെ ആയുസ് വളരെ കുറവാണ്. രോഗികൾ 75 വയസ്സ് വരെ ശരാശരി ജീവിക്കുന്ന കേരളത്തിൽ അലോപ്പതി ഡോക്ടർമാരുടെ ശരാശരി ആയുസ് 53 വയസ്സാണ്. അത് ഞങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ എല്ലാം വ്യാപകമായി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ കാണുന്നതും പ്രായോഗികമായി ചെയ്തു നോക്കുന്നതും ഡോക്ടർമാരാണ്. കാരണം 53 വയസ്സാണ് ശരാശരി ആയുസ്. അതിപ്പോൾ കൂടിയിട്ടുണ്ട്, 62 വയസ്സായിട്ട് ഉയർന്നിട്ടുണ്ട്. കാരണം ഞങ്ങളെ കാണുന്നതും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്തു നോക്കുന്നതും അലോപ്പതി ഡോക്ടർമാരാണ്. അതെൻ്റെ ഒരു സുഹൃത്തായ ഡോക്ടർ പറഞ്ഞൊരു കാര്യം കൂടിയാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ രോഗികളെക്കാൾ 12 കൊല്ലം മുമ്പ് ചത്തുപോവുകയാണ്. അത് ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ കൊണ്ടാണ് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രോഗികളുടെ ഇടയിലല്ലേ ഞങ്ങളുമൊക്കെ ജീവിക്കുന്നത്? എല്ലാത്തരം രോഗികളുമായിട്ടും കാല് മുറിക്കണമെന്ന് ആശുപത്രിക്കാർ പറയുമ്പോൾ വല്ല രക്ഷയുണ്ടോ രക്ഷിക്കാനെന്ന് നോക്കി ഞങ്ങളുടെ അടുത്ത് വരുന്ന ആളുകളുണ്ട്. അതിൽ 80% കാലുകളും ഞങ്ങൾ കഴുകി വെയിൽ കൊള്ളിച്ച് പ്രകൃതി ഭക്ഷണം കൊടുത്ത് പ്രകൃതി ചികിത്സ മറ്റുള്ളത് ചെയ്തിട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തൊരു അണുബാധയാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടാവേണ്ടത്. ആയുർവേദ ആശുപത്രിയിൽ ഇതുപോലെ ഡോക്ടർമാർക്ക് ആയുസ് കുറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നില്ല. ആ മരുന്നിൻ്റെ ഗന്ധം, അതേപോലെ തന്നെ എക്സ്റേ സ്കാനിങ് യന്ത്രങ്ങളിൽ നിന്ന് വ്യാപരിക്കുന്ന പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ ആശുപത്രി മുഴുവൻ ഒരു ഭീകര കേന്ദ്രമാണ്. ഏതായാലും അവർ പറയുന്നത് 80,000 ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആണെന്നാണ്. 20,000 പേര് ഓരോ കൊല്ലവും അമേരിക്കയിൽ മരിക്കുന്നത് ആശുപത്രിയിലെ മറ്റു തരത്തിലുള്ള തകരാറുകൾ കൊണ്ടാണ്. അത് മരുന്ന് മാറിപ്പോകുന്നതുകൊണ്ടാവാം, ഓവർഡോസ് വരുന്നതുകൊണ്ടാവാം, അതല്ല നഴ്സിനോ ഡോക്ടർക്കോ ആളെ തട്ടാൻ വേണ്ടി കുറച്ച് കൈക്കൂലി കൊടുക്കുന്നതുകൊണ്ടും ആവാം. മുപ്പിന്നൊന്ന് ചത്ത് കിട്ടിയാൽ സ്വത്ത് ഭാഗം നടക്കുമായിരുന്നു. എത്ര പറഞ്ഞിട്ടും പിടിച്ചപിടുത്തത്തിൽ നിൽക്കുകയാണ്, ഭാഗിക്കുകയല്ല, എൻ്റെ മരണശേഷം നിങ്ങളെടുത്തോ, എന്നാൽ പിന്നെ അത് വേഗം ആവട്ടെ മോളെ, 10 ലക്ഷം രൂപ തരാം, ഒരു മരുന്നൊന്ന് മാറിക്കൊടുക്കാവോ, ലേശം ഓവർഡോസ് കൊടുക്കാവോ. ശിക്ഷയില്ലാത്ത കൊലപാതകങ്ങൾക്ക് ആശുപത്രി. എത്ര ഡോക്ടർമാരെയാണ് മനഃപൂർവ്വം രോഗികളെ കൊന്നതിൻ്റെ പേരിൽ ഒരു രസമായിട്ട്, ഒരു ഹരമായിട്ട് മനഃപൂർവ്വം രോഗികളെ കൊന്നതിൻ്റെ പേരിൽ എത്ര ഡോക്ടർമാരെ ശിക്ഷിച്ചിട്ടുണ്ട്, എത്ര നഴ്സുമാരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു സ്ഥലമാണ് ആശുപത്രി. നിങ്ങളുടെ ജീവന് ഏറ്റവും കൂടുതൽ അപകടമുള്ളൊരു സ്ഥലം ആശുപത്രിയാണ്. എയർപോർട്ടൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ. റോഡ് പോലും അമേരിക്കയിൽ ഒരു കൊല്ലം 44,000 പേര് മാത്രമാണ് റോഡ് അപകടത്തിൽ മരിക്കുന്നത്. മരുന്നും ചികിത്സയും കൂടെ കൊല്ലുന്നത് 2,25,000 പേരാണ്. എത്ര ഭീകരമാണ് അന്തരീക്ഷത്തെ ആലോചിച്ച് നോക്ക്. കൊറോണയേക്കാൾ എത്രയോ കൂടുതലാണ് മരുന്നുകൾ ലോകത്ത് കൊല്ലുന്നത്, ചികിത്സ കൊല്ലുന്നത്. 12,000 മരണം ഡോക്ടർ ബാർബറ സ്റ്റാർഫീൽഡ് ഡോക്ടർമാരുടെ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മുഖപത്രമായ ജാമയിൽ എഴുതിയിരിക്കുന്നു. 12,000 മരണം നടക്കുന്നത് അനാവശ്യമായി സർജറി ചെയ്തിട്ടാണ്. ആവശ്യമില്ലാത്ത സർജറികളും ചെയ്യാൻ പാടില്ലാത്ത സർജറികൾ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ പലരും തുറന്നിട്ട് അയ്യോ ഇപ്പോൾ സ്പ്രെഡായിരിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ തന്നെ വെച്ച് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ ആ രോഗിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ക്യാൻസർ കൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞ് കുറച്ച് മയക്കുമരുന്നും കുത്തിവെച്ചിട്ട് കീറി മുറിച്ച് അങ്ങനെ തന്നെ തുന്നി വെച്ച് ആ സർജറിയുടെ വേദനയും
പെയിൻ കില്ലറുകളുടെ ദ്രോഹവും ഒക്കെ ആയിട്ട് അവശേഷിക്കുന്ന ദിവസങ്ങൾ എങ്ങനെ ഭീകരമായിട്ടായിരിക്കും അവർ മരിക്കുക. മെഡിക്കൽ ക്രൈമാണ്, മെഡിക്കൽ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നമ്മുടെ നാട്ടിലെ പല സർജറികളും. മെഡിക്കൽ കോളേജുകളിൽ ശിഷ്യർ ഡോക്ടർമാർക്ക് MD ചേരാൻ ഇത്ര സർജറി ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പേരുടെ സർജറി അങ്ങ് തീരുമാനിക്കുന്ന ഒക്കെ ഞാനിങ്ങനെ ധാരാളം കേട്ടിട്ടുണ്ട്. ഇവിടെ 12,000 മരണങ്ങളാണ് അനാവശ്യമായ സർജറികൾ ചെയ്തതിനെ തുടർന്നുണ്ടാകുന്നത്. ഇതാണ് അമേരിക്കൻ ആരോഗ്യം ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലതാണോ എന്ന് ചോദിച്ച് ഡോക്ടർ ബാർബറ സ്റ്റാർഫീൽഡ് എഴുതിയ ലേഖനത്തിലുള്ളത്. ഇതിനെതിരെ ഡോക്ടർമാരുടെ സംഘടന വലിയ കോലാഹലം ഉണ്ടാക്കി. അവർ പരസ്യമായി തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു. ഡോക്ടർ ബാർബറ സ്റ്റാർഫീൽഡ് അവരൊരു അലോപ്പതി ഡോക്ടർ തന്നെയാണ്, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ അംഗമാണ്. അവർ പറഞ്ഞു, സംശയമുള്ള ഒരു കേസ് പോലും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. 100% മെഡിക്കൽ എററാണ് എന്ന് ബോധ്യമുള്ളത് മാത്രമേ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതോടെ എതിർക്കാൻ വന്ന ഡോക്ടർമാരുടെ വായ അടഞ്ഞു. ഈ ഒരു സത്യം വെച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി കേരളത്തിലെ അവസ്ഥ, ഈ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളെല്ലാം ഒരു പകർച്ചവ്യാധിയുടെ പേരിൽ എഴുതി വെക്കുന്നതാണോ? മഴക്കാലം വരുമ്പോൾ വ്യാപകമായിട്ട് ആളുകൾക്ക് പനിയുണ്ടാകും, അതിന് പറ്റിയ ജീവിത രീതിയാണ് ജനങ്ങളുടേതെന്ന് വെച്ചോളൂ. ഒരു മഴയത്ത് പോലും പനി കിട്ടുന്നില്ല എങ്കിൽ ക്യാൻസറിലേക്ക് കൂട്ടത്തോടെ വീഴേണ്ടതായി വരും. ക്യാൻസറിനെ ഇല്ലാതാക്കുന്നതാണ് പനി. അനിയന്ത്രിതമായി പെരുകുന്ന കോശങ്ങൾക്ക് കൺട്രോൾ ഉണ്ടാക്കാൻ ശരീരത്തിലെത്തുന്ന ടോക്സിക് എലമെൻസിനെ, വിഷാംശങ്ങളെ കത്തിച്ചു കളയൽ, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തത്തിൻ്റെ ചംക്രമണം, ഓട്ടം, ലിംഫാറ്റിക് ഫ്ലൂയിഡ്സിൻ്റെ സഞ്ചാരം തടയപ്പെടുമ്പോൾ അവിടെ പെരുകാനിടയാകുന്ന അണുക്കളെ കത്തിച്ചു കളയാൻ, കൊന്നുകളയാൻ, ചൂടുകൂട്ടാൻ ശരീരത്തിനറിയാം. തെറ്റായ ഭക്ഷണ സാധനങ്ങളിലൂടെ കഫമുണ്ടാകുമ്പോൾ, നീർക്കെട്ട് കൂടുമ്പോൾ അത്തരത്തിലുള്ള വിഷാംശങ്ങളെ കൈകാര്യം ചെയ്യാനും പനിയുണ്ടാക്കാൻ, ചൂടുണ്ടാക്കാൻ ശരീരത്തിനറിയാം. ഇതാണ് പനി. കൊണ്ട് പനി വരുമ്പോൾ മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നത് പോലെ, അല്ല എങ്കിൽ ബ്രിട്ടനിലെ ആശുപത്രിക്കാർ പറയുന്നത് പോലെ, പനിയാണ്, നാളെ ഡോക്ടറുടെ ഒരു അപ്പോയിൻമെൻറ്റ് വേണം. ഒരമ്മ രാത്രി 8 മണിക്ക് ആശുപത്രിയിലേക്ക് വിളിച്ചു. എപ്പോഴാണ് പനി തുടങ്ങിയത്? അത് വൈകിട്ടൊരു 6 മണിക്കാണ് തുടങ്ങിയത്. കൊച്ചിന് തീ പൊള്ളുന്ന പനി. 3 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി, നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചിട്ട് മൂടിപ്പോച്ച് കിടത്ത് കേട്ടോ. ആ ബ്രിട്ടനിലെ രീതി, അതുമൊക്കെ നമ്മുടെ ആരോഗ്യമന്ത്രിയും കൂടെയുള്ള ഡോക്ടർമാരും ഒന്ന് മനസ്സിരുത്തി ശ്രദ്ധിക്കണം. അവർ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാടിനെ രക്ഷിക്കാൻ സാധിക്കും. പകർച്ചവ്യാധികളുടെ പരിഭ്രാന്തി ഉണ്ടാക്കി ചാനലുകൾക്ക് മഹോത്സവം, പത്രങ്ങൾക്ക് ആഘോഷം, മെഡിക്കൽ മാഫിയയ്ക്ക് വമ്പിച്ച വരുമാനം. പകർച്ചവ്യാധികളുടെ പരിഭ്രാന്തി ഉണ്ടാക്കി ജനങ്ങളെ ബന്ധികളാക്കി മരുന്ന് കഴിപ്പിക്കുന്ന, പേടിപ്പിച്ച് പനി പിടിപ്പിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കും. ഒരിക്കൽ കൂടെ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധ ഞാനിതിലേക്ക് ക്ഷണിക്കുന്നു. നാളെ മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് പരമ്പരയിൽ 3ാമത്തത് ഞാൻ ചെയ്യാം. നാളെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കമൻറ്റുകൾ എഴുതണം, കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കണം. നന്ദി, നമസ്കാരം.